ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പത്തിരിക്ക് വേണ്ട മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 കപ്പിൻ്റെ കപ്പായതുകൊണ്ടാണ് ഇതിൽ 4 തവണ കാണിക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദയും ഇതിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. കുഴച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് 2 കപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 പച്ചമുളക്, കറിവേപ്പില എന്നിവ ചെറുതായി അരിഞ്ഞത്. പിന്നെ ഇവിടെ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും തന്നെ ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുന്നത് വളരെ ഫൈനായിട്ട് അരിഞ്ഞെടുത്ത് ഇഞ്ചിയായിരിക്കും. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നന്നായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറെല്ലാം ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോയിലായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കണം. അല്ലെങ്കിൽ അതിൽ ആ പൊടിയെല്ലാം കരിഞ്ഞു പോയി ടേസ്റ്റെല്ലാം നന്നായിട്ടങ്ങ് മാറും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് നന്നായിട്ട് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. ഇത് 1 കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ശേഷം 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവ നന്നായിട്ടൊന്ന് 2 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് 1/4 കപ്പോളം മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്നും ചെറിയ ഉരുളകളെടുത്ത് ചെറിയ പത്തിരികളായി പരത്തിയിട്ടെടുക്കണം. ഇതധികം തിന്നാവാണ്ട് വേണം പരത്തിയിട്ടെടുക്കാൻ. ചെറിയ കനത്തിൽ തന്നെ പരത്തിയിട്ടെടുക്കുക. ഇനി നമ്മൾ പത്തിരി നമുക്ക് ഫില്ല് ചെയ്തിട്ടെടുക്കാം. ഒരു പത്തിരി എടുത്ത് അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് അതിൻ്റെ മുകളിൽ മറ്റൊരു പത്തിരിയും കൂടെ വെച്ച് നന്നായിട്ട് സീൽ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവിടെ ഗ്യാപ്പ് വരാതെ വേണം സീൽ ചെയ്തിട്ടെടുക്കാൻ. അതിൻ്റെ സൈഡ് നമുക്ക് ഇഷ്ടംപോലെ ഡിസൈൻസ് മറ്റു കാര്യങ്ങൾ കൊടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഫോക്കൊക്കെ വെച്ച് ചെറിയ ഡിസൈൻസ് കൊടുക്കാം. നമ്മൾ പത്തിരിയെല്ലാം ഫില്ല് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഡീപ് ഫ്രൈക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച ഓരോ പത്തിരിയും ഇതുപോലെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഫൈനൽ കോട്ടും കൂടെ കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 മുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡീപ് ഫ്രൈ ചെയ്ത് വെച്ച ഓരോ പത്തിരിയും ഈ മുട്ടയുടെ കൂട്ടിൽ മുക്കി ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് 2 സൈഡും ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അത് നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.